താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്ന വാർത്ത പുതുതായി വരുന്നു. ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ ജുവനൈൽ ഹോമിൽ റിമാൻഡിൽ കഴിയുകയാണ്. നിലവിൽ അഖില CP നൽകും വിവരങ്ങൾ. അഖില, നേരത്തെ ഈ ജാമ്യാപേക്ഷയിലുള്ള വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുമ്പോൾ എന്തൊക്കെ മുഖവിലക്കെടുത്തിട്ടുണ്ട്? പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് പ്രജേഷ്, പ്രധാനമായും ഈ മാസം 3-നാണ് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായത്. 2 തവണ മാറ്റിയിരുന്നു. അതിൽ ഇന്നാണ് ജാമ്യാപേക്ഷ തള്ളി ഒരു വിധി ഇന്ന് കോടതി പുറപ്പെടുവിപ്പിക്കുന്നത്. അപ്പോൾ സുപ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളും കോടതി നടത്തുന്നുണ്ട്. കാരണം ഈ കുട്ടികളെ പുറത്തിറക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്നാണ് ഈ കുടുംബം പ്രധാനമായും വാദിച്ചത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ പ്രതികൾ ഈ ആസൂത്രണമായി നടത്തിയ ഒരു കൊലപാതകമായിരുന്നു. കാരണം നെഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ കയ്യിൽ കരുതിയാണ് ഷഹബാസിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ട്യൂഷൻ സെന്ററിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളിയുടെ മനസ്സാണ് ഈ കുട്ടികൾക്ക് എന്നുള്ള സുപ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഈ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ നിർഭയ കേസിലെ സുപ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയും ഇതിനോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശം പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായി. നെഞ്ചക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കണ്ടെത്തി പ്രതികൾ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, നമുക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പുറത്തു വന്നതാണ്. കാരണം ആൾക്കൂട്ട കൊലപാതകമാണെങ്കിൽ അത് പെട്ടെന്ന് രക്ഷപ്പെടുമെന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സംഭാഷണത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ക്രിമിനൽ മനസ്സ് വ്യക്തമാണ് എന്നാണ് ഈ കുടുംബം വാദിച്ചത്. മാത്രമല്ല, ഈ പ്രതിഭാഗത്തിന്റെ ഒരു എന്ന് പറയുന്നത് 38 ദിവസമായി 6 കുട്ടികളും ജുവനൈൽ ഹോമിൽ റിമാൻഡിൽ കഴിയുകയാണ്. അതുകൊണ്ട് അത് ശിക്ഷാ കാലാവധിയായി പരിഗണിച്ച് അവരെ വെറുതെ വിടണമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. എന്തായാലും ഇപ്പോൾ 6 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്.